എല്ലാവർക്കും നമസ്കാരം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്ലെയിൻ ഫിഗേഴ്സിനെ പറ്റിയിട്ട്, അതായത് ട്രയാങ്കിൾസിനെ പറ്റിയിട്ടും ക്വാഡ്രിലാറ്ററൽസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഇന്ന് അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 3D ഷേപ്സ്, 3 ഡയമെൻഷണൽ ഷേപ്സ്. അപ്പോൾ 3 ഡയമെൻഷണൽ ഷേപ്പ് എന്താണ്, അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ പ്രായം മുതലേ കേട്ടു തുടങ്ങിയിട്ടുള്ള ടേംസ് ആണ് 2D 3D എന്നുള്ളത്. ഇതിൽ 2D എന്താണ് 3D എന്താണ് എന്ന് നമ്മൾ പലർക്കും അറിയില്ല. നമ്മളൊരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ ലെങ്ത്തും വിഡ്ത്തും അറിഞ്ഞാൽ മതി, അല്ലെ? ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ ഒരു റേഡിയസ് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയമീറ്റർ അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്നത് പ്ലെയിൻ ഫിഗേഴ്സ്. ഇത്തരത്തിലുള്ള പ്ലെയിൻ ഫിഗേഴ്സ് എല്ലാം 2D ആണ്, 2 ഡയമെൻഷനിലാണ്. അതിന്റെ ഏതെങ്കിലും 2 ഡയറക്ഷനിലുള്ള ലെങ്ത് അല്ലെങ്കിൽ മെഷർമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് വരയ്ക്കാൻ പറ്റും. അവിടെയാണ് 3Dയുടെ പ്രസക്തി. അപ്പൊ 3D എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 dimensional objects or the 3 dimensional shapes which can be measured in 3 directions. എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഡസ്റ്റർ, നമുക്ക് ഈ ഡസ്റ്ററിന്റെ ഈ ഒരു ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആണെന്ന് പറയാം, അല്ലെ? ഇതിന്റെ ഈ ഒരു ഹൈറ്റും വരുന്നുണ്ട്, ഈ ഒരു വിഡ്ത്തും വരുന്നുണ്ട്, ഈ ഒരു ലെങ്ത്തും വരുന്നുണ്ട്. അപ്പൊ ഇതൊരു 2 ഡയമെൻഷനിലേ ആവുന്നുള്ളൂ. ഈ ഒരു ഫേസ് മാത്രമാണെങ്കിൽ എന്താണ്, ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്. എന്നാൽ ഈ ഒരു ഒബ്ജക്റ്റിനെ മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു 2 ഡയമെൻഷനല്ല, 3 ഡയമെൻഷനാണ്. അതായത് ഇതിനൊരു ഹൈറ്റ് വരുന്നുണ്ട്, ഒരു ലെങ്ത് വരുന്നുണ്ട്, ഇതിനൊരു തിക്നെസ് കൂടെ വരുന്നുണ്ട്. അതായത് 3 ഡയറക്ഷൻസിലാണ് ഇതിന്റെ മെഷർമെന്റ്സ് കിടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ 3 ഡയറക്ഷൻസിൽ മെഷർമെന്റ്സ് വരുന്ന ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഫിഗേഴ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഷേപ്സിനെയാണ് നമ്മൾ 3D ഷേപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ കാഴ്ചയിൽ കാണുന്ന എല്ലാ ഒബ്ജക്ട്സും എന്തുതന്നെയാണ്, ഒബ്ജക്ട്സ് എല്ലാവരും 3D ഷേപ്സ് തന്നെയാണ്, അല്ലെ? ബേസിക് ആയിട്ടുള്ള ജോമെട്രിക്കൽ 3D ഷേപ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. 3D ഷേപ്സിൽ നമ്മൾ ആദ്യമായി ക്യൂബിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ക്യൂബ്, സമചതുര ഘട്ടം, അല്ലെ? ഇതില് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ 3D ഷേപ്പ്, അല്ലെ? ഒരു 3D ഷേപ്പ് ആണ് which has 6 സ്ക്വയർ ഫേസസ്. 6 സ്ക്വയർ ഫേസസോട് കൂടിയ ഒരു 3D ഷേപ്പിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞു 6 സ്ക്വയർ ഫേസസ് ആണുള്ളത്. അപ്പോൾ എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? അപ്പോൾ സ്ക്വയർ ഫേസസ് 6 ആണ്. അപ്പൊ നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ, ചിത്രത്തിൽ നമുക്ക് കാണാം, അല്ലെ? ഒരു സ്ക്വയറിന്റെ സ്ക്വയർ ഫേസസ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ക്യൂബ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഇതില് ഇപ്പൊ പറഞ്ഞു ഫേസസ് 6 ആണ്. അതേപോലെ എഡ്ജസ് എത്ര വരുന്നുണ്ട്? 12 എഡ്ജസ് വരുന്നുണ്ട്, അല്ലെ? എത്ര വെർട്ടിസസ് എത്ര വരുന്നുണ്ട്? 8 വെർട്ടിസസ് വരുന്നുണ്ട്. വെർട്ടിസസ് എന്നുള്ളത് നമ്മൾ എന്താ മീൻ ചെയ്യുന്നത്? ആ കോർണേഴ്സ് ആണ്, അല്ലെ? കോർണേഴ്സ് എത്രയാണ്? എഡ്ജസ് വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ വെർട്ടിസസ്, കോർണർ അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് വെർട്ടെക്സ് ഉള്ള കാരണം വെർട്ടിസസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്? വെർട്ടിസസ് 8 എണ്ണം വരുന്നുണ്ട്, എഡ്ജസ് 12 എണ്ണം വരുന്നുണ്ട്, അതേപോലെ 6 സ്ക്വയർ ഫേസസും വരുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രിസത്തിനെ കുറിച്ചാണ്. പ്രിസം ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സയൻസ് ലാബിലൊക്കെ ലൈറ്റ് കടത്തിവിട്ടിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു ട്രയാങ്കുലർ പ്രിസം വെച്ചിട്ട് ലൈറ്റിനെ പാസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ഈ പ്രിസം എന്നുള്ള ഫിഗർ അല്ലെങ്കിൽ സോളിഡ് ഒബ്ജക്റ്റ്, അല്ലെ? ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ എങ്ങനെയാണ്? ഇപ്പൊ ഒരു ട്രയാങ്കുലർ, നമ്മൾ നോർമലി പ്രിസം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ട്രയാങ്കുലർ പ്രിസത്തിനെയാണ് നമ്മൾ നോർമൽ പ്രിസം എന്ന് പറയാറുള്ളത്. ഇത് ഈ ട്രയാങ്കിൾ മാറി അതൊരു പെന്റഗൺ ആണ് വരുന്നത് എങ്കിൽ അത് പെന്റഗണൽ പ്രിസമായി മാറി. അതല്ല, ഒരു ഹെക്സഗൺ ആണ് ട്രയാങ്കിളിന്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ അതൊരു ഹെക്സഗണൽ പ്രിസമായി മാറി. അപ്പോൾ
ഈ ഫേസുകൾ രണ്ട് ഓപ്പോസിറ്റ് ഫേസുകൾ ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിസം എന്ന് പറയുന്നത്. ആ പ്രിസത്തിന്റെ പേര് എങ്ങനെയൊക്കെ മാറ്റം വരുന്നുണ്ട്, നമ്മൾ ആ ഫേസ് ഏത് പോളിഗൺ ആണോ നമ്മൾ ആ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത്തരത്തിൽ ആ പ്രിസത്തിന്റെ പേരിലും മാറ്റം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ ആണ് രണ്ട് ഓപ്പോസിറ്റ് ഫേസിലും വരുന്നത് എങ്കിൽ അത്തരം പ്രിസത്തിനെ നമ്മൾ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയാറുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ പ്രിസം എന്ന് പറയുമ്പോൾ തന്നെ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കുലർ പ്രിസമാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ ഹെക്സഗൺ ആണ് ഇതിന്റെ ഫേസിൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഹെക്സഗണൽ പ്രിസം എന്ന് പറയും. അതല്ല പെന്റഗൺ ആണെങ്കിൽ പെന്റഗണൽ പ്രിസം എന്ന് പറയും. ഇനി നമ്മൾ പ്രിസത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, prism is a three-dimensional shape which consists two equal faces in opposite sides. അല്ലെ, അതായത് ഒരു 3-dimensional ഷേപ്പ് ആണ്, ഈക്വൽ ഫേസസ് ആണ് ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്നത്. ഈ ഓപ്പോസിറ്റ് സൈഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴും എന്തായിരിക്കും, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഈ റെക്ടാങ്കുലർ ഷേപ്പ് പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കുലർ, ഇപ്പൊ നമ്മള് ചിത്രത്തിൽ കാണിച്ച പോലെ ഒരു ട്രയാങ്കുലർ പ്രിസം ആണ് വരുന്നത് എങ്കിൽ അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് ട്രയാങ്കിൾ ആണ്, പക്ഷെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റു ഫേസസ് എന്താണ്, റെക്ടാങ്കിൾ ആണ്. അല്ലെ, അപ്പോ ഇനി ഒരു പെന്റഗൺ ആണ് വരുന്നതെങ്കിലോ, പെന്റഗണൽ പ്രിസം ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പെന്റഗൺ ആയിരിക്കും, പക്ഷെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഫേസസ് എന്തായിരിക്കും, അത് തീർച്ചയായിട്ടും റെക്ടാങ്കിൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പ്രിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 3D ഷേപ്സിൽ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഷേപ്പാണ് ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലെ, ഒരു ദീർഘചതുര പെട്ടിയാണ്. എങ്ങനെയാണ്, ദീർഘചതുരത്തിന് ഒരു തിക്നെസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് നമ്മളൊരു ക്യൂബോയിഡിനെ വരയ്ക്കാൻ പറ്റുന്നത്. ക്യൂബോയിഡ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രിസം എന്ന് പറയാം. കാരണം എന്താണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, ആ ഫേസ് ആയിട്ട് വരുന്ന രണ്ട് ഓപ്പോസിറ്റ് ഫേസും തന്നെയാണ്, ഈക്വൽ ആണ് അല്ലെ, അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് റെക്ടാങ്കുലർ ഫേസ് വെച്ചിട്ടാണ്. സോ ക്യൂബോയിഡ് ഈസ് എ റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, ഒരു പ്രിസത്തിന്റെ എല്ലാ ഫീച്ചറും തന്നെയാണ് ക്യൂബോയിഡിനുള്ളത്. അപ്പൊ നമുക്ക് ആ ഫിഗേഴ്സിന് തമ്മിൽ നമ്മൾ നേരത്തെ പ്രിസം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞിരുന്നു, ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ട്രയാങ്കിൾ ആണ്, അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഫേസസ് എന്താണ്, റെക്ടാങ്കിൾ ആണ്. അപ്പോൾ ഇതിന്റെ കേസിലാണെങ്കിൽ റെക്ടാങ്കുലർ പ്രിസം ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. നമ്മളൊരു ക്യൂബിനെയും ക്യൂബോയിഡിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഈ ക്യൂബോയിഡിനും ക്യൂബിനും തന്നെയാണ് 6 ഫേസസ് തന്നെയാണ്, 12 എഡ്ജസ് ആണ് വരുന്നത്, അതേപോലെ 8 വെർട്ടിസസ് ആണ് വരുന്നത്. കൂടുതൽ പറയേണ്ട കാര്യമില്ല, സെയിം ആണ്. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡ് ആണ്. പിരമിഡ് നമുക്കറിയാവുന്ന, പിരമിഡ് എന്നുള്ള ഒരു ടേം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മയിൽ വരുന്നത് ഈജിപ്തിലെ പിരമിഡ്സ് ആണ് അല്ലെ. അപ്പൊ ആ ഷേപ്പ് നമ്മളുടെ ഓർമ്മയിലുണ്ട്, പിരമിഡ് എന്താണ് എന്നുള്ളത്. പിരമിഡ് ഈസ് എ സോളിഡ് ഷേപ്പ് അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ഒരു 3-dimensional ഷേപ്പ് ആണെന്ന് നമുക്ക് പറയാം. പിരമിഡ് ഈസ് എ 3-dimensional ഷേപ്പ് ആൻഡ് ഇറ്റ്സ് ഔട്ടർ ഫേസസ് ആർ ഇൻ ട്രയാങ്കുലർ. ഇതിന്റെ ഔട്ടർ ഫേസസ് അല്ലാതെ എന്താണ്, ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ആൻഡ് മീറ്റ് ടു എ സിംഗിൾ പോയിന്റ് അറ്റ് ദ ടോപ്പ് അല്ലെ. ഇതിന്റെ ട്രയാങ്കുലർ ഷേപ്പ് ആണ് ഔട്ടർ ഫേസസ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇതല്ലാതെ എന്താണ്, ഒരു സിംഗിൾ പോയിന്റിലാണ് ഇതിന്റെ ടോപ്പിൽ മീറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ബേസ് വേറെ എന്താണ്ടൊക്കെ ഷേപ്പാണ്, പക്ഷെ ഇതല്ലാതെ ഒരു സിംഗിൾ പോയിന്റിലാണ് ടോപ്പിൽ വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബേസ് ആയിട്ട് വരുന്ന ആ ഒരു പോർഷൻ സ്ക്വയർ ആവാം, ട്രയാങ്കിൾ ആവാം, പെന്റഗൺ ആവാം, ഹെക്സഗൺ ആവാം, ഇത് ഏതെങ്കിലും ഒരു പോളിഗൺ ആവാം. അപ്പൊ ഏത് പോളിഗൺ ആണെങ്കിലും ഇതിന്റെ ടോപ്പിൽ എന്താണ്, ഒരു സിംഗിൾ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോ അത്തരത്തിലാണ് നമ്മുടെ പിരമിഡ്സ് എന്നുള്ള ഷേപ്പ് ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കോമൺലി പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി പറയാറുള്ളത് സ്ക്വയർ പിരമിഡിനെയാണ് നമ്മൾ നോർമൽ പിരമിഡ് എന്ന് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എന്താണ്, സ്ക്വയർ ആണ് ബേസ് വരുന്നത് എങ്കിൽ അതിന്റെ സ്ക്വയർ പിരമിഡ്, അതല്ല പെന്റഗൺ ആണ് വരുന്നതെങ്കിൽ പെന്റഗണൽ പിരമിഡ്, ഹെക്സഗൺ ആണ് വരുന്നതെങ്കിൽ ഹെക്സഗണൽ പിരമിഡ്. ഇത് ഓരോന്നും എന്താണ്, ഗ്രാഫിക്കലി സെപ്പറേറ്റഡ് ആണ്. ഓക്കെ,
ഇനി ഇപ്പൊ ഒരു സ്ക്വയർ പിരമിഡ് ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ആ സ്ക്വയർ പിരമിഡിന് എത്ര ഫേസസ് ഉണ്ട്? സ്ക്വയർ എന്നുള്ള ആ ഒരു ബേസ് വരുന്നുണ്ട് അല്ലെ, നമ്മളെ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ക്വയർ പിരമിഡ് ആണ്. അപ്പൊ ഈ ഒരു സ്ക്വയർ പിരമിഡിനെ സംബന്ധിച്ചിടത്തോളം സ്ക്വയർ എന്നുള്ള ഒരു ബേസ് വരുന്നുണ്ട്. അതിന്റെ ചുറ്റിലും എന്താണ്, ട്രയാങ്കുലർ ആയിട്ടുള്ള ഷേപ്സ് ആണ് 4 എണ്ണം വരുന്നത്. അപ്പോൾ ഈ 4 ട്രയാങ്കുലർ ഷേപ്സും ഫേസസും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ക്വയർ ഫേസും വരുന്നു. ഇത്രയാണ് നമ്മൾ പിരമിഡിനകത്ത് വരുന്ന ഗ്രാഫിക്കലായിട്ടുള്ള ഒരു കാര്യം. നെക്സ്റ്റ് 3D ഷേപ്പാണ് സിലിണ്ടർ. സിലിണ്ടർ എന്നുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ പല രീതിയിൽ കാണുന്നതാണ്. ഒരു പെന്നെടുത്തു കഴിഞ്ഞാൽ ആ പെന്നിന്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. പറയാറുണ്ട് ഗ്യാസ് സിലിണ്ടർ അല്ലെ. അപ്പൊ ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിണ്ടർ ഈസ് എ 3-dimensional shape or a geometrical 3-dimensional shape which has 2 circular bases with a connected curved face. ഒരു രണ്ട് സർക്കുലർ ബേസ് ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് അല്ലെ, നമ്മൾ ആ ചിത്രത്തിൽ കാണുന്ന പോലെ 2 എൻഡിലായിട്ട് എന്താണ്, സർക്കുലർ ബേസസ് ആണ് വരുന്നത്. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്, ഒരു കർവ്ഡ് ഫേസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വെർട്ടെക്സ് ഇല്ല എന്നുള്ളതാണ്. കോർണേഴ്സ് ഉണ്ടോ? ഇല്ല. എഡ്ജസ് മാത്രമേ വരുന്നുള്ളൂ. എഡ്ജസും ഫേസസും മാത്രമേ സിലിണ്ടറിനെ സംബന്ധിച്ച് വരുന്നുള്ളൂ. എത്ര ഫേസ് വരുന്നുണ്ട്? 2 സർക്കുലർ ഫേസും വരുന്നുണ്ട്, അതുപോലെ ഒരു കർവ്ഡ് ഫേസും വരുന്നുണ്ട്. ഇനി എത്ര എഡ്ജസ് വരുന്നുണ്ട്? 2 എൻഡിലും 2 എഡ്ജസ് വരുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അവർ നെക്സ്റ്റ് ഷേപ്പ് കോൺ. കോൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അല്ലെ, കോൺ ഐസ്ക്രീം. കോൺ ഐസ്ക്രീം എങ്ങനെയാണ്? ആ ടോപ്പില് ഇപ്പോ ഐസ്ക്രീമിന്റെ കേസിൽ കോൺ എങ്ങനെയാണ്? ഒരു സർക്കുലർ ബേസ് വരുന്നുണ്ട് അല്ലെ, അതിന്റെ ഒരു വെർട്ടെക്സ് താഴോട്ട്. അതായത് ഈ സർക്കിള് ഡിക്രീസ് ചെയ്ത് ഒരു പോയിന്റിൽ വന്ന് എൻഡ് ആവുകയും ചെയ്യും. അപ്പോ ചിത്രത്തിൽ കാണിച്ച പോലെ ഇത്തരത്തിൽ ഒരു സർക്കുലർ ബേസും ഒരു വെർട്ടെക്സും ഉള്ള ഒരു 3-dimensional ഷേപ്പിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. കോണിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് ഈ കോൺ എങ്ങനെയാണ്? ഇതിന്റെ സർക്കുലർ ബേസ് സ്മൂത്ത്ലി ഡിക്രീസ്ഡ് ടു എ വെർട്ടെക്സ് പോയിന്റ് അല്ലെ. അപ്പൊ ഈ ഒരു വെർട്ടെക്സ് പോയിന്റിനെ നമ്മൾ ഈ സ്മൂത്ത്ലി ഡിക്രീസ് ചെയ്ത് വന്നുള്ള ഈ ഒരു വെർട്ടെക്സ് പോയിന്റിനെ നമ്മൾ പറയുന്ന പേര് അപ്പെക്സ് എന്നാണ് പറയുന്നത്. അപ്പെക്സ്. ഓക്കെ. അപ്പോ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർമ്മയിൽ അല്ലെ പറഞ്ഞ പോലെ കോൺ ഐസ്ക്രീമിന്റെ ഓർമ്മയാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ ബേസും ഉണ്ട്, ഒരു വെർട്ടെക്സ് പോയിന്റും വരുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഈ സർക്കുലർ ബേസിൽ നിന്നും ഒരു സ്മൂത്ത്ലി ഡിക്രീസിംഗ് ആണ് ഈ വെർട്ടെക്സ് പോയിന്റിലേക്ക് വരുന്നത്. അപ്പൊ ആ വെർട്ടെക്സ് പോയിന്റിന് ഒരേ ഒരു വെർട്ടെക്സേ വരുന്നുള്ളൂ. ആ ഒരു വെർട്ടെക്സ് പോയിന്റിനെ നമ്മൾ പറഞ്ഞത് അപ്പെക്സ് എന്നാണ്. ഓക്കെ. 3D ഷേപ്പിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സ്ഫിയറിനെ കുറിച്ചാണ്. ഗോളം അല്ലെ. എന്താണ് സ്ഫിയർ? സ്ഫിയർ ഈസ് എ 3-dimensional shape which is perfectly round in shape or perfectly circular in shape അല്ലെ. ഗോളം എന്താണ്? പെർഫെക്റ്റ്ലി സർക്കുലർ ആയിട്ടാണ് വരുന്നത്. മാത്രമല്ല ഇതിന്റെ സർഫസിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ്, സെൻട്രലിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം അല്ലെ. ഇതൊരു 3D ഷേപ്പാണ്. മാത്രമല്ല ഒരു റൗണ്ട് ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള ഷേപ്പാണ്. മാത്രമല്ല ഇതിന്റെ സർഫസിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കണം, ഇതിന്റെ സെൻട്രലിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എവറി പോയിന്റ് ഓൺ ഇറ്റ്സ് സർഫസ് ഈസ് ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ അല്ലെ. അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സർഫസിൽ വരുന്ന ഈ ഗോളത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ സർഫസിൽ വരുന്ന ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം. പിന്നെ മാത്രമല്ല ഈ ഗോളത്തിന്റെ മറ്റൊരു പ്രത്യേകത, സ്ഫിയറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വെർട്ടെക്സ് എന്നുള്ള സംഭവം ഇല്ല. കോർണേഴ്സ് ഉണ്ടോ? ഇല്ല, വരുന്നില്ല. എഡ്ജസ് ഉണ്ടോ? വരുന്നില്ല. എത്ര ഫേസ് വരുന്നുണ്ട്? ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 1 കർവ്ഡ് ഫേസ്. അത്രയാണ് ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. നമ്മളിന്ന് 3D ഷേപ്സിനെ കുറിച്ചാണ് ഓവറോൾ സംസാരിച്ചത്. ഞാൻ മാത്തമാറ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഡീപ്പായിട്ട് പോയിട്ടില്ല. നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ അതിന്റെ ആ ഒരു പേര് അറിഞ്ഞിരിക്കുക, അതേപോലെ തന്നെ ഈ ഒരു പേരിന്റെ അതിന്റെ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ ആദ്യം ക്യൂബിനെ പറ്റി പറഞ്ഞു, അതേപോലെ പ്രിസത്തിനെ പറ്റി പറഞ്ഞു, ക്യൂബോയിഡിനെ പറ്റി പറഞ്ഞു,
പിരമിഡിനെ പറ്റി പറഞ്ഞു, സിലിണ്ടറിനെ പറ്റി പറഞ്ഞു, അതേപോലെ നമ്മൾ കോണിനെ പറ്റി പറഞ്ഞു, സ്ഫിയറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ജോമെട്രിക്കൽ 3D ഷേപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിന്റെ ഷേപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഗ്രാഫിക്സ് പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓരോ ഷേപ്സും 3D ഷേപ്സിനെ പറ്റിയിട്ടും അതിന്റെ പേരുകളും അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കണം.